പ്രമുഖ അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റും സയന്റിസ്റ്റും നാസയിലെ അതോടൊപ്പം എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായിരുന്ന മൈക്കിൾ ചാർട്ട് ഒരിക്കൽ ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 100 ആളുകളെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. കുറേ പേര് ആഡ് ചെയ്തും ചേർത്തും വെട്ടിയും ഒഴിവാക്കിയും അവസാനം 100 ആളുകളുടെ പേര് വന്നു. പിന്നീട് ആ പേരിൽ ആരാണ് 1ാം സ്ഥാനത്ത് വരേണ്ടതെന്ന് അദ്ദേഹം കുറേ ആലോചിച്ചു. എത്ര ആലോചിച്ചിട്ട് ഒരു കൃത്യത വരുന്നില്ല. അവസാനം അദ്ദേഹം ഒരു മാനദണ്ഡം വെച്ചു. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വിജയിച്ച ഒരാളെ കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തുടങ്ങുക. അപ്പോൾ ഓരോ ആളുകൾ മാറ്റി മാറ്റി, മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു, മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ചില കുറവുകളുണ്ടാവും. അവസാനം മൈക്കിൾ ചാർട്ട് പറയുന്നു, എല്ലാ പേരുകളും മാറ്റിവെച്ചപ്പോൾ ലോകത്ത് ജീവിതത്തിന്റെ ഒരു മേഖലയിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത വിജയത്തിന്റെ വെന്നിക്കുടി പാറിച്ച ഒരേ ഒരു നാമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, സം റീഡേഴ്സ് മേ ഡൗട്ട് ആൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് ഈ പുസ്തകം തുടങ്ങി. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, ഹി ഈസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി സുപ്രീംലി സക്സസ്ഫുൾ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലറിസ്റ്റിക് ലെവൽ. മതത്തിലും മതേതരത്വത്തിലും ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും വെന്നിക്കുടി പാറിച്ച ലോകത്തിലെ ഒരേ ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.